വേൾഡ് ക്യാമ്പസ് കണക്ട് മെയ് 2 കണ്ണൂർ ഹോട്ടൽ സ്കൈ പേൾ, മെയ് 3 കോഴിക്കോട് ഹൈസൻ ഹെറിറ്റേജ്. എനിക്ക് സംതൃപ്തി നൽകുന്നൊരു തീരുമാനം തന്നെയാണ്. പുതിയൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസിൻ്റെ അവിടെ തീരുമാനിച്ചു. ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുപ്പിക്കാൻ വേണ്ടി നന്നായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും തൃപ്പൂണിത്തുറയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കേരളത്തിലും ഇത്തവണ UDF ഗവൺമെൻറ് അധികാരത്തിൽ വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങി വന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. സർക്കാർ വിരുദ്ധ വികാരം ജനങ്ങളിൽ നന്നായി ഉണ്ടായിട്ടുണ്ട്. വലിയ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലൊക്കെ ചെറിയ തർക്കങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട്. പക്ഷെ എന്നാലും വലിയ തർക്കങ്ങളൊന്നുമില്ലാതെ പൊതുവേ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയുടെ കമ്പൽഷൻ കൊണ്ടും സ്ഥാനാർത്ഥികളെ എല്ലാവരും പ്രവർത്തകരും നന്നായി അംഗീകരിച്ചു. അങ്ങനെ UDFന് വിജയിക്കാനുള്ള നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ളൊരു സാഹചര്യമാണ് വിലയിരുത്താൻ സാധിക്കുന്നത്. UDF ഭരണത്തിൽ വരില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ മാധ്യമങ്ങളൊന്നും കാര്യമായിട്ട് നടത്തിയതായിട്ട് ഞാൻ കണ്ടില്ല. പൊതുവേ രാഷ്ട്രീയ കാര്യങ്ങൾ വിലയിരുത്തുന്നവർക്ക് എത്തിച്ചേരാൻ കഴിയുന്ന നിഗമനം UDF അധികാരത്തിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് UDF ഗവൺമെൻറ് അധികാരത്തിൽ വരും. കേരളത്തിൽ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്ത ജനങ്ങളുടെ ആഗ്രഹാഭിലാഷങ്ങൾക്ക് പൂർത്തീകരണം നൽകാൻ ഗവൺമെൻറ് അധികാരത്തിൽ വരും. നല്ലൊരു ഭരണം കാഴ്ചവെക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഗവൺമെൻറ് പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇരുട്ടില്ലാത്ത കേരളം വരെ പോയി. കാരണം ഇന്നലെ രാത്രി ഞാനും അനുഭവിച്ചതാണ്, കുറേ മണിക്കൂറുകൾ കറണ്ടില്ലാതെ. പവർ കട്ടും കേരളത്തിൽ അന്ന് നല്ല കാര്യമല്ല, എന്നാലും പവർ കട്ടും കേരളത്തിൽ വന്നു. കൊട്ടിഘോഷിച്ച പോലെ ഒന്നും നല്ല കാര്യങ്ങൾ ഓരോന്നോരോന്ന് പുറത്തോട്ട് വരാൻ പോവാണ്. ഏതായാലും UDF ഗവൺമെൻറ് അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. 4-ാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സ്ഥലത്തിന്റെ കാര്യം ഒക്കെ പറഞ്ഞു. ഒരുപക്ഷെ ഈ വാർക്കോഴയായിട്ട് ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ അതിശക്തമായിട്ട് ഏതാണ്ട് കാര്യമായ ഒരു പരിഗണനയും ഇല്ലാതെയാണ് താങ്കൾക്കെതിരെ മാധ്യമങ്ങളിൽ വാർത്ത വന്നുകൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ്. ആ ഒരു ഘട്ടത്തിൽ ചിന്തിച്ചിരുന്നോ, ഞാൻ ഇത്രയൊക്കെ ഇവരോടൊക്കെ അടുത്ത് നിന്നിട്ടും എനിക്കിട്ട് ഇങ്ങനെ ചെയ്തല്ലോ എന്നൊരു ചിന്ത എപ്പോഴെങ്കിലും മനസ്സിൽ പോയിരുന്നു? അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് മറികടന്നത്? ഞാൻ ഇവിടെ അന്നത്തെ ആളുകൾ വളരെ കുറവാണ്. ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ പറയണമല്ലോ. എനിക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും. കാരണം എനിക്ക് ഇത്രയും നല്ല ബന്ധമുണ്ടായിരുന്ന ആളുകൾ, അതുമാത്രമല്ല ബാർക്കോഴ അഴിമതി ആരോപണം വന്നപ്പോൾ മാത്രമല്ല, അതിനേക്കാൾ നിശ്ചിതമായി നീചമായി എന്നെ ആക്രമിച്ച മറ്റു പല ഘട്ടങ്ങളുണ്ട്. വളരെ നീചമായി എനിക്ക് വലിയ സങ്കടം തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാനതൊന്നും പ്രതികരിച്ചിട്ടില്ല. കാരണം അത് നിങ്ങൾക്ക് പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അതാത് ദിവസം വാർത്ത കൊടുക്കാനുള്ള ഐറ്റംസ് വേണം. അപ്പോൾ അത് നിങ്ങളുടെ കൺട്രോളിൽ മാത്രം നിൽക്കുന്ന കാര്യങ്ങളുമല്ല. അതും എനിക്കറിയാം. കാരണം നിങ്ങൾ എല്ലാവരും ഓരോ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണനെ പോലെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? ആർക്കെങ്കിലും സാധിക്കുമോ ഇപ്പോഴത്തെ കാലത്ത്? പത്രധർമ്മം പാലിക്കാനൊന്നും പത്രപ്രവർത്തകർക്ക് പഴയ പോലെ സ്വാതന്ത്ര്യമില്ല. പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ എന്തായാലും പത്രത്തിൻ്റെ ലൈൻ അനുസരിച്ച് മാനേജ്മെൻറ്റിൻ്റെ താല്പര്യം അനുസരിച്ച് വർക്ക് ചെയ്യേണ്ടി വരും, അല്ലേ പത്മജൻ? അപ്പോൾ അതിനകത്ത് കുറച്ച് സ്വാതന്ത്ര്യം കൂടുതലുള്ളവരാണ് അവർ. മാതൃഭൂമിയിൽ അത്രയില്ല എന്നെനിക്ക് തോന്നുന്നു നിയന്ത്രണം. മറ്റ് പല പത്രങ്ങളിലും നിങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ട് പോലും റീഎഡിറ്റ് ചെയ്യുമല്ലോ, മറ്റേ പത്രമാധ്യമങ്ങളിലെല്ലാം. അത് വിഷ്വൽ മീഡിയയിലായാലും നിങ്ങൾക്ക് അജണ്ട തീരുമാനിച്ച് വിടുന്നവരല്ലേ പലരും. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ വിമർശിക്കാൻ സാധിച്ചതിൽ വിമർശിച്ചതിൽ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ വിഷമം തോന്നിയിട്ടുണ്ട്, ഒരു സംശയമില്ല. പക്ഷേ ഞാനതൊന്നും നിങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എനിക്കറിയാം, നിങ്ങൾ മനഃപൂർവ്വമല്ല, നിങ്ങളുടെ ഉള്ളിൽ
എന്നോട് സ്നേഹമായിരുന്നു. അത് അന്നും ഇന്നും ഉണ്ടെന്നുള്ളത് അങ്ങനെയല്ലേ മഹേഷ്? അതുകൊണ്ട് ഞാൻ ഒട്ടും അത് പ്രകടിപ്പിച്ചിട്ടില്ല. സ്വയം മാറി നിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അപ്പം ഒരുപാട് പേര് പറയുകയും ചെയ്തു തളികയിൽ വെച്ച് തന്നെ സ്ഥാനാർത്ഥില്ല. പക്ഷേ വലിയ രീതിയിൽ ആളുകൾ സ്ഥാനാർത്ഥി മോഹികളായിട്ട് നിൽക്കുകയും കോൺഗ്രസിന് വലിയ തലവേദന സൃഷ്ടിക്കുകയും ചെയ്തു. അപ്പോൾ ആരെങ്കിലും മാതൃകാപരമാണ് ഈ തീരുമാനം എന്ന് പറയുകയും സത്യത്തിൽ കോൺഗ്രസിന് ഒരു ആശ്വാസമായി മാറിയില്ല ബാബുചേട്ടൻ്റെ ഒരു തീരുമാനം? അല്ല, മാതൃകാപരമായ തീരുമാനം എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ വ്യക്തിപരമായി എനിക്ക് വ്യക്തിപരമായിട്ട് ഏറ്റവും നന്നായി എന്നുള്ള തോന്നൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിനകത്ത് വേറെ ആരാ അങ്ങനെ ഒരു ആശ്വാസം വരത്തക്ക വിധത്തിൽ എൻ്റെ തീരുമാനം കൊണ്ട് ഒരാൾ ഒഴിവായല്ലോ. കാരണം എല്ലാവരും സ്ഥാനാർത്ഥിത്തിന് വേണ്ടി നിൽക്കുകയാണല്ലോ. അപ്പം ബാബുചേട്ടനകത്ത് സ്വയം ഇല്ല എന്ന് പറയുമ്പോൾ അവർ തലവേദന ഒഴിഞ്ഞല്ലോ എന്നൊരു ചിന്ത ഇല്ല. അതൊക്കെ അങ്ങനെ തലവേദന ഉണ്ടാക്കുന്നവരാണെങ്കിലല്ലേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം നേതാക്കന്മാർക്കൊരു തലവേദനയായിരുന്നില്ല. ഞാൻ ഒഴിഞ്ഞതാണ് അവർക്ക് തലവേദന ആയത്. ഞാൻ ഒഴിയാതിരുന്നെങ്കിൽ അവർക്ക് ഇത്രയും തലവേദന ഉണ്ടാവില്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നോട് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞ നേതാക്കന്മാർ പലരും ഉണ്ട്.